തൊണ്ടി മുതൽ എവിടെ? വിറ്റോ നാട് കടത്തിയോ? പുരാവസ്തുക്കടത്തടക്കമുള്ള ആരോപണത്തിന് തെളിവ് ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് SIT സംഘം. ഡി മണിയെ അങ്ങനെ തൂക്കിയെടുത്ത കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്ത് വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുമ്പോഴും തെളിവില്ലാതെ ഈ കേസ് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റത് തന്നെയാണോ? വിദേശത്തേക്ക് കടത്തിയതാണോ? എത്തും പിടിയുമില്ലാതെ SIT സംഘം തലങ്ങും വിലങ്ങും ഓടുമ്പോൾ ഒരൊറ്റ ഉത്തരം മാത്രം: CBI അന്വേഷണമല്ലാതെ മറ്റൊന്നും ഇതിന് പോംവഴിയില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ നിർണായകമായ ചില ഫോൺ രേഖകളടക്കം ഈ ഘട്ടത്തിൽ ലഭിച്ച സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ചില രാഷ്ട്രീയ നേതാക്കൾക്കും അടുത്ത ബന്ധമുള്ള ഒരു കേസായി ഇത് മാറുന്നു. ആ ഉന്നതൻ്റെ അടുക്കലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പുരാവസ്തു കടത്ത ആരോപണത്തിൽ തെളിവ് കിട്ടിയാൽ മാത്രമേ ഇനി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ. സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് വിദേശ വ്യവസായി മൊഴി കൊടുത്ത ദിണ്ടുഗൽ സ്വദേശിയായ ഡി മണിയെ നാളെ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കും. ചോദ്യം ചെയ്യാനായി ഹാജരാകാനുള്ള നോട്ടീസും കൈപ്പറ്റി. ഇയാൾ നിന്നും കാര്യമായ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് ഒരുപക്ഷെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങാൻ കഴിയും. ശബരിമലയിൽ ദർശനത്തിന് ഇയാൾ എത്തിയിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയുമായി ഒരു ബന്ധവുമില്ല, കേരളത്തിലേക്ക് യാത്ര പോലും ചെയ്യില്ല എന്ന് പറഞ്ഞയാൾ ഇന്നിപ്പോൾ മൊഴി മാറ്റുന്നു. ആ പരിചയമാണോ പോറ്റിയുമായി സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള കാര്യം SIT പരിശോധിക്കും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴിയിൽ വന്ന പ്രമുഖരെ ചോദ്യം ചെയ്യാൻ ഇതുവരെയും SITക്ക് കഴിയാത്തതാണ് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. പത്മകുമാർ പ്രമുഖരായിട്ടുള്ള പലരുടെയും, അതിൽ മന്ത്രി അടക്കം ഉൾപ്പെട്ടിരിക്കാമെന്നുള്ള സംശയം ജനിപ്പിക്കുന്നു. എന്നിട്ട് പോലും അവരിലേക്ക് അടുത്തെത്താൻ പോലും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് മൊഴി രേഖപ്പെടുത്തുക, അറസ്റ്റ് ചെയ്യുക? കേസിൽ 8ാം പ്രതി സ്ഥാനത്തുള്ള 2 ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനും SITക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ അന്വേഷണം നടത്തണമെങ്കിൽ SITക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. CBIയുടെ സഹായം കൂടിയേ തീരൂ. അങ്ങനെ വരുമ്പോൾ SITയെ സഹായിക്കാൻ CBI എത്തേണ്ടതില്ലല്ലോ. CBIക്ക് തന്നെ ഈ കേസ് സ്വതന്ത്രമായി എടുത്ത് അന്വേഷിച്ചുകൂടെ? എന്തിനാണ് SITയും കേരള സർക്കാരും അതിനെ വഴിമുടക്കുന്നത്? അന്താരാഷ്ട്ര ഇടപാടുകൾ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ നിയമപരമായി അധികാരമുള്ള കേന്ദ്ര ഏജൻസിയായ CBIക്ക് മാത്രമേ, NIAക്ക് മാത്രമേ ഈ കേസെടുത്ത് അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. സർക്കാർ ഇതിലെ യഥാർത്ഥ കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അതെടുത്തു കാട്ടുമ്പോഴും മാതൃകയായി മാറുമെന്ന് പറയുമ്പോഴും CBIയെ ഭയക്കുന്നതിൻ്റെ കാരണം എന്താണ്? തങ്ങളിലേക്ക് അടക്കം അന്വേഷണം എത്തുമോ എന്നുള്ള ഭയമല്ലേ അതിന് പിറകിലുള്ളത്? മണിക്ക് പുറമെ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് കൂടി ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തു. 3 പേരെയും ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്ത് ഇതിലെ അവ്യക്തത നാളെ തന്നെ നീക്കാനാണ് തീരുമാനം. ജയിലിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യാനായി കോടതിയിൽ SIT നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഗോവർദ്ധന് കൈമാറിയെന്നാണ് SIT കണ്ടെത്തിയത്. ഗോവർദ്ധൻ എന്നാൽ ആർക്ക് കൈമാറി എന്നുള്ളത് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി ആകട്ടെ അവസാനിക്കാനിരിക്കുന്നു. ഇതുവരെയും തൊണ്ടി മുതൽ കണ്ടെത്താൻ ഒരു മണ്ഡലകാലം കഴിയാറാകുന്നു. എന്നിട്ട് പോലും ഇതുവരെയും തൊണ്ടി മുതൽ കണ്ടെത്താൻ, അത് എവിടെയെന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് SIT മാറുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ തങ്കം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്നാണ് പ്രതികളിൽ പലരും മൊഴി കൊടുത്തത്. ഇക്കാര്യം SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു ധനസമാഹരണത്തിന് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമല്ല ആ സ്വർണ്ണപ്പാളികൾ എടുത്തത്. കാശ് സ്വന്തമാക്കണമെങ്കിൽ അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ, പുരാവസ്തു മാർക്കറ്റിൽ ലേലം ചെയ്താൽ കോടാനുകോടികൾ ലഭിക്കും. വെറും സ്വർണം വേർതിരിച്ചെടുത്തുണ്ടാകുന്ന ലാഭമല്ല അതിൽ പ്രതികൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറയുകയാണ്. അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നു എന്ന സംശയം SITക്ക് നന്നായുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് വെച്ചാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്തത്. ഗോവർദ്ധൻ ഇത് വാങ്ങിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. എന്നാൽ പിന്നീട് അത് എന്ത് ചെയ്തു എന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം തിങ്കളാഴ്ച ചോദ്യം ചെയ്താൽ മാത്രമേ അതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കൂ. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയെന്ന സംശയം ബലപ്പെടുത്തി രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ പ്രവാസി വ്യവസായി മൊഴികൾ ഓരോന്നായി പറയുകയാണ്. അതോരോന്നായി പുറത്തു വരുന്നുണ്ട്. നേരത്തെ വിഗ്രഹങ്ങളുടെ ഇടപാടാണ് ഡി മണിയും പോറ്റിയും തമ്മിൽ നടന്ന വിധത്തിലായിരുന്നു വാർത്ത വന്നത്.
പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് തന്നെയാണ് നടന്നെന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റെന്നാണ് വിദേശ വ്യവസായി പറയുന്നത്. അതിനുള്ള കാരണവും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് ഡി മണി തന്നോട് തന്നെ പറഞ്ഞുവെന്നാണ് വ്യവസായിയുടെ മൊഴി. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് ഡി മണിയെ തന്നെ പരിചയപ്പെടുത്തിയത്. തനിക്കും ആ സമയത്ത് ആൻറ്റിക് ബിസിനസ്സിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡി മണിയിൽ നിന്നും ഈ അമൂല്യ വസ്തുക്കൾ കാണാനായി തമിഴ്നാട്ടിലെ ദിണ്ടുഗലിലുള്ള വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ ഒരു ചാക്കിൽ കെട്ടിയ നിലയിലാണ് ഈ വസ്തുക്കൾ കണ്ടത്. ശബരിമല ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളാണിതെന്നും ഇതൊക്കെ ഒരു പോറ്റി കൈമാറിയതാണെന്നും അന്ന് മണി തന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വസ്തുക്കൾ തുറന്നു കാണാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പണം നൽകുന്നതിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തു. അതുമൂലം ആ ബിസിനസ് അന്നവിടെ ആ ഡീല് നടക്കാതെ പോയി എന്നാണ് ഈ പ്രവാസി മൊഴി കൊടുത്തിരിക്കുന്നത്. പ്രവാസി പറയുന്നതനുസരിച്ച് ഡി മണി നിരവധി ആളുകളെ സമീപിച്ചു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അമൂല്യ സ്വത്തുകൾ വിറ്റഴിക്കാൻ. അതിലൊരാളാണ്, അതിലെ കസ്റ്റമറായിരുന്നു ഈ പ്രവാസി എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. സ്വർണ്ണക്കൊള്ളയുടെ നിഴൽ കേരളത്തിലെ ഭരണകക്ഷികളിലേക്കും അങ്ങനെ നീളുന്നുണ്ട്. 2020 ഒക്ടോബറിൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ദേവസ്വം ബോർഡിലെ ഒരു ഉന്നതൻ മണിയെ കണ്ടുവെന്നാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഈ ഉന്നതൻ ആരാണെന്ന് വ്യക്തമായാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകും, വലിയ തലവേദന സൃഷ്ടിക്കും, സംശയമൊന്നും തന്നെയില്ല. സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തി നിലകൊള്ളും. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എം സുബ്രഹ്മണ്യം എന്ന ഡി മണിയുടെ അനുയായിയായ ശ്രീകൃഷ്ണനെ പോറ്റി ഒന്നിലധികം തവണയാണ് ഫോണിലൂടെ ബന്ധപ്പെട്ടത്. അതിൻ്റെ രേഖകളും അന്വേഷണ സംഘം നിലവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പോറ്റിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ അന്വേഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ദിണ്ടുഗലിൽ മണിയെ ചോദ്യം ചെയ്യാനെത്തിയ കേരള പോലീസിനെ സഹായിച്ചിരുന്ന തമിഴ്നാട് പോലീസ് സംഘം പെട്ടെന്ന് പിന്മാറിയത് വലിയ ദുരൂഹതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന കണ്ണിയെന്ന് സംശയിക്കുന്ന ഡി മണിയുടെ ദുരൂഹമായ വളർച്ചയെയും അന്വേഷണ സംഘം ഏറെ ഞെട്ടലോടെ ചില കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അത് നിലവിൽ ഡി മണിയെ ഇരുത്തി തന്നെ ചോദ്യം ചെയ്ത് വ്യക്തത വരുത്തുന്നതായിരിക്കും. ഡി മണിയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. 6-7 വർഷം കൊണ്ട് മാത്രമാണ് ഒരു സാധാരണക്കാരൻ, ഒരു ഓട്ടോ ഡ്രൈവർ ശതകോടീശ്വരനായി മാറിയത്, ഡയമണ്ട് മണിയായി മാറിയത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ മറയാക്കി അധോലോക കള്ളക്കടത്ത് ഇടപാടുകൾ ഇയാൾ നടത്തിയെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും എടുക്കാതെ മണി ഇത്രയും കാലം മുന്നോട്ട് പോയതിന് പിന്നിലെ സംശയം ജനിപ്പിക്കുന്ന ദുരൂഹമായ ഇടപാടുകൾ തന്നെയാണ് അതിനാധാരമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ കോടീശ്വരന് ഒരു സിം കാർഡ് പോലും സ്വന്തം പേരിൽ എടുക്കാനായി കഴിയാത്തത്, അതല്ലെങ്കിൽ ശ്രമിക്കാത്തത്? ബാലമുരുകൻ്റെ, അതായത് ഒരു തയ്യൽക്കട ഉടമയായ ബാലമുരുകൻ എന്നയാളുടെ പേരിലുള്ള സിം കാർഡാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഇയാളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും മണി ഇടനിലക്കാരനാക്കിയിരുന്നു. 2020 ഒക്ടോബർ 26 മണി എവിടെയായിരുന്നു എന്നതുകൂടി ഇനി വ്യക്തത വരുത്തണം. മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷനുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള മണി അന്ന് ഫോൺ കയ്യിൽ കരുതുമോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായിയുടെ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നീക്കങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ മൊഴിയെ തുടർന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത മണിയുടെ മൊഴിയിൽ അടിമുടി പൊരുത്തക്കേടുണ്ടെന്ന് ആദ്യം തന്നെ SIT കണ്ടെത്തി. ഇടപാടുകളുടെ ഭാഗമായി മണി തിരുവനന്തപുരത്ത് എത്തിയെന്ന് വിവരം കിട്ടിയെങ്കിലും അത് സ്ഥിരീകരിക്കാൻ ഇന്നുവരെയും തെളിവ് കിട്ടിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മണിക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി മൊഴി കൊടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള നേരിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ തെളിവ് കിട്ടിയിട്ടില്ലെന്നാണ് കരുതേണ്ടത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചെയ്യാനെത്തിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ തനിക്കിതുമായി ഒരു ബന്ധമില്ല എന്നാണ് ഇയാൾ ആവർത്തിക്കുന്നത്. ഡി മണിയല്ല MS മണിയാണ് താനെന്നും ആവർത്തിച്ചു പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളും തനിക്കറിയില്ല എന്നാണ് ശ്രീകൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ദിണ്ടുഗലിലുള്ള മണിയെയോ ബാലമുരുകനെയോ അറിയില്ലെന്നും പറയുന്നു.